വടകരയിൽ വയോധികൻ പെട്രോളൊഴിച്ച് തീകൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ CPIM ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. വടകര സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരിച്ചു ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവിന്റെ വീട്ടുകൊലായിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത ഇബ്രാഹിം കുട്ടി ഹാജിയുടെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക, കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെയും കോൺഗ്രസ് മുസ്ലിം ലീഗ് RMP കൂട്ടുകെട്ടിനെയും സാമ്പത്തിക തട്ടിപ്പ് തിരിച്ചറിയുക, ഇബ്രാഹിം കുട്ടി ഹാജിയുടെ നിക്ഷേപവും നഷ്ടപരിഹാരവും കുടുംബത്തിന് നൽകുക, തട്ടിപ്പിനിരയായവരുടെ മുഴുവൻ നിക്ഷേപവും തിരിച്ചു നൽകുക, ആത്മഹത്യയ്ക്ക് കാരണക്കാരായവരെ അറസ്റ്റ് ചെയ്യുക, സൊസൈറ്റി ഡയറക്ടർമാരുടെയും ജീവനക്കാരുടെയും സ്വത്ത് കണ്ടുകെട്ടുക, പോലീസ് അന്വേഷണം കാര്യക്ഷമമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ വടകരയിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചു. വടകര പാർക്കിന് സമീപം സൊസൈറ്റി പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം വടകര പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം PK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. കടത്തനാട് സൊസൈറ്റിയിലെ ഈ കൊള്ള ആരെ അറസ്റ്റ് ചെയ്തു? എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത്? സുധീർ കുമാർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ്. ആ കോൺഗ്രസ് നേതാവിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് പാറക്കൽ അബ്ദുള്ളയും ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൊയിലാണ്ടി MLA പ്രവീൺ കുമാറും ചേർന്നിട്ട് അവരുടെ സംരക്ഷണയിലാണ് ഈ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായിട്ടുള്ള ആളുകൾ മുഴുവൻ ഈ നാട്ടിൽ ഒളിവിൽ കഴിയുന്നത്. അങ്ങനെ എവിടെ ഒളിവിൽ കഴിഞ്ഞാലും നിങ്ങളെയൊക്കെ പാർട്ടിയുടെ മുഖം നോക്കാതെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിടുമെന്ന് പ്രഖ്യാപിച്ചൊരു ഭരണം നടത്തിയ മുന്നണിയായിരുന്നു ഇടതുപക്ഷ മുന്നണി. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരും പ്രവർത്തകന്മാരുമായിട്ടുള്ള ആളുകളൊക്കെ ആ ഡയറക്ടർ ബോർഡിൽ, ചിലർ പൂർണ്ണമായി നിരപരാധികളാണ്. ആ സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾ ബോർഡ് യോഗത്തിൽ മാത്രമേ ബാങ്കിൽ പോവാറ്, അപ്പോൾ ഒപ്പിടുന്നു, അപ്പോൾ ഫയലിൽ ഒപ്പിടുന്നു, ഞങ്ങൾ അറിയേയില്ല ഇങ്ങനെയുള്ള സംഗതി. നിരപരാധികളായിട്ടുള്ള അവർ പോലും ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് 10-11 ആളുകളുണ്ട് ഡയറക്ടർമാർ. കോൺഗ്രസുകാരും ലീഗുകാരുമായിട്ടുള്ള ഈ ഡയറക്ടർമാരെ എന്തുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിടാത്തത്? കരുവന്നൂരിൽ ആ പ്രശ്നം ഉയർത്തിക്കൊണ്ട് 24-ലെ തെരഞ്ഞെടുപ്പിൽ, 25-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, 26-ലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ക്യാമ്പയിൻ നടത്തിയ ആളുകളാണ് UDF-കാർ. അവിടെ നടത്തിയ പ്രവർത്തനം എന്താ? 6 മാസം കൊണ്ട് കരുവന്നൂരിലെ ഗണ്യമായ വിഭാഗത്തിൽപ്പെട്ട നിക്ഷേപകരുടെ 5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാവർക്കും കാശ് തിരിച്ചു കൊടുത്തു. അതിന് കേരള ബാങ്കിന്റെ സഹായമുണ്ടായി, സംസ്ഥാന സർക്കാരിന്റെ സഹായമുണ്ടായി. 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം വലിയ സംഖ്യ ഇട്ടവർക്കാണ് പൂർണ്ണമായി ആദ്യഘട്ടത്തിൽ കൊടുക്കാൻ കഴിയാതെ പോയത്. ഇപ്പം ഈ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപകരായി നിക്ഷേപിച്ചിട്ടുള്ള ഒരാൾക്ക് പോലും കാശ് കൊടുക്കാനില്ല. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം. ഒരു നിക്ഷേപകനും വഞ്ചിക്കപ്പെടാത്ത നിലയിൽ കേരളത്തിലെ സഹകരണ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കെൽപ്പ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിലുണ്ടായി. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ പോലീസിന്റെ SIT ടീമിന് കൊടുത്തിട്ട് അന്വേഷണത്തിനുള്ള ചുമതല ഇന്ന ഭാഗം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എത്ര കാശ് കൊടുക്കാനുണ്ട്, ഏത് അളവിലാണ് വെട്ടിപ്പ് നടന്നത്, ഇയാളുടെ മരണത്തിനിടയാക്കുന്ന സാഹചര്യം എന്ത്, ഇതേ ഉള്ളൂ. M. നാരായണൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം K. പുഷ്പജ, ഏരിയ സെക്രട്ടറി TP ഗോപാലൻ എന്നിവർ സംസാരിച്ചു.